എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും TV ചാനലുകൾ സാറ്റലൈറ്റ് വഴി ലഭിക്കാൻ വിവിധ DTH കമ്പനികളെ ആശ്രയിക്കുന്നവരാണ്. വീടുകളിൽ കേബിൾ കണക്ഷൻ ഇല്ലാത്തവർ മിക്കവാറും ഡിഷ് ടിവിയോ, സൺ ടിവിയോ, വീഡിയോകോണോ, ടാറ്റാ സ്കൈയോ തുടങ്ങിയ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് DTH കമ്പനിയെ ആശ്രയിച്ചാണ് TV ചാനലുകൾ കാണാറുള്ളത്. ഈ DTHകൾക്കെല്ലാം പൊതുവായുള്ള ഒരു പ്രശ്നം എല്ലാവർക്കും അനുഭവപ്പെടാറുണ്ട്. മഴ വരുന്ന സമയത്ത് മിക്ക ചാനലുകളും നിശ്ചലമാകും. തുടർച്ചയായി നല്ല മഴയാണെങ്കിൽ ഒരു ചാനലും കിട്ടാത്തൊരവസ്ഥ വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒരു DTH എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുള്ളത്. ഒരു ചെറിയ ഡിഷ് ആൻറ്റിന, ആ ആൻറ്റിനയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു കമ്പിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന LNB, പിന്നെ LNBയിൽ നിന്നും വയർ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് റിസീവർ. ഇവിടെ ഡിഷ് ആൻറ്റിന എന്നത് ഉപഗ്രഹത്തിൽ നിന്നും വരുന്ന സിഗ്നൽ സ്വീകരിച്ചുകൊണ്ട് അതിനെ ഒരു ഫോക്കൽ പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള സംവിധാനമാണ്. നമ്മൾ പണ്ട് ലെൻസ് ഉപയോഗിച്ച് സൂര്യപ്രകാശം ഒരു കടലാസിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് തീയുണ്ടാക്കിയിട്ടില്ലേ? അതുപോലെ ഡിഷിലേക്ക് എത്തുന്ന സിഗ്നലുകളെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുന്നു. ആ സ്ഥലത്താണ് നമ്മൾ LNB വെക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്: ഉപഗ്രഹവും ഉപഗ്രഹ സിഗ്നലും. വളരെ ലളിതമായി നമുക്ക് ഈ വിഷയം പരിശോധിച്ച് നോക്കാം. ഒരു ഗ്രഹത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളെയാണ് ഉപഗ്രഹം എന്ന് പറയുന്നത്. ചന്ദ്രൻ ഭൂമിയുടെ സ്വന്തം ഉപഗ്രഹമാണ്. എന്നാൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനിർമ്മിച്ച ചില വസ്തുക്കളുണ്ട്. അവയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. ഇങ്ങനെ ഭൂമിയുമായി ആശയവിനിമയം ചെയ്യാനായി ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളെയാണ് വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. 36,000 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഇവ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ കറക്കത്തിൻ്റെ അതേ വേഗതയിൽ കറങ്ങിക്കൊണ്ടാണ് ഭൂമിയെ ചുറ്റുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു ഉപഗ്രഹത്തെ ഭൂമിയുടെ ഒരു പ്രത്യേക ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് അതവിടെ സ്ഥിരമായി നിൽക്കുകയാണെന്ന് നമുക്ക് തോന്നും. ഇങ്ങനെയുള്ള ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചാൽ ഭൂമി മുഴുവനായിട്ടും ആശയവിനിമയം നടത്താൻ സാധിക്കും. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഇവയിൽ നിന്നുള്ള സിഗ്നൽ 36,000 കിലോമീറ്റർ സഞ്ചരിച്ച് ഭൂമിയിലെത്തുമ്പോഴേക്കും ശക്തി കുറഞ്ഞു പോകും. ഇങ്ങനെ ശക്തി കുറഞ്ഞു പോയ സിഗ്നലിനെ പിടിച്ചെടുത്ത് ഒരു ഫോക്കൽ പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തി കൂട്ടാൻ വേണ്ടിയാണ് ഡിഷ് ആന്റിനകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ. ഒരു വാർത്താവിനിമയ ഉപഗ്രഹം ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ഭൂമിയുടെ അതേ വേഗതയിൽ കറങ്ങാൻ ആരംഭിച്ചാൽ ഭൂമിയിലുള്ളവർക്ക് ആ ഉപഗ്രഹം നിശ്ചലമായി അനുഭവപ്പെടും. ആ ഉപഗ്രഹത്തിൻ്റെ നേരെ ഭൂമിയിൽ ഒരു ഡിഷ് ആൻറ്റിന വെച്ചാൽ ഉപഗ്രഹത്തിൽ നിന്നും വരുന്ന സിഗ്നൽ ഡിഷിൽ പതിച്ച് റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. നമ്മൾ GPS-നായി ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ വളരെ കുറഞ്ഞ ഉയരത്തിൽ നിന്നാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത്. അതുകൊണ്ടാണ് അവയിൽ നിന്നുള്ള സിഗ്നൽ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിലെ ചെറിയ ആൻറ്റിന പോലും ഉപയോഗിച്ച് പിടിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇനി ഉപഗ്രഹത്തിൽ നിന്നും വരുന്ന സിഗ്നലിൻ്റെ കാര്യം നോക്കാം. പ്രകാശത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗ രൂപത്തിലാണ് ഈ സിഗ്നലുകൾ ഉള്ളത്. ഇത് മനസ്സിലാക്കാനായി വൈദ്യുതകാന്തിക സ്പെക്ട്രത്തെക്കുറിച്ച് ചുരുക്കി പറയാം. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇവിടെ വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ ഫ്രീക്വൻസിയെ അടിസ്ഥാനമാക്കിയാണ് വിവിധ കുടുംബങ്ങളായി തിരിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന തരംഗം അല്ലെങ്കിൽ വൈബ്രേഷൻ. ഇവിടെ ഫ്രീക്വൻസി കുറഞ്ഞ തരംഗങ്ങൾ ഈ ഭാഗത്ത് വരുന്നു. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞ ഫാമിലി റേഡിയോ തരംഗങ്ങളാണ്. അതിനുശേഷം മൈക്രോവേവ് തരംഗങ്ങൾ, അതിനുശേഷം ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, പിന്നെ നമ്മൾ കാണുന്ന ദൃശ്യപ്രകാശം. അതിനപ്പുറത്തേക്ക് പോകുന്തോറും ഫ്രീക്വൻസി കൂടി വരും. അൾട്രാവയലറ്റ് വരെയുള്ള ഭാഗം പ്രശ്നക്കാരല്ല. അൾട്രാവയലറ്റ് മുതൽ ഗാമ വരെയുള്ള തരംഗങ്ങൾ പ്രശ്നക്കാരാണ്. ഇതിൽ ഏറ്റവും പ്രശ്നക്കാരനാണ് ഏറ്റവും ഫ്രീക്വൻസി കൂടുതലുള്ള ഗാമ തരംഗം. ഇവിടെ ഇൻഫ്രാറെഡിനും റേഡിയോ തരംഗങ്ങൾക്കും ഇടയിലുള്ള മൈക്രോവേവ് തരംഗങ്ങളെയാണ് നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷനും വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സ്പെക്ട്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, പ്രകാശത്തേക്കാൾ ഫ്രീക്വൻസി കുറഞ്ഞ പാവങ്ങളായ തരംഗങ്ങളാണ് മൈക്രോവേവ് തരംഗങ്ങൾ. ഈ തരംഗങ്ങളെയാണ് റേഡിയേഷൻ പരത്തും എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നത്. മൈക്രോവേവ് തരംഗം റേഡിയേഷൻ പരത്തുമെങ്കിൽ അതിനേക്കാൾ ശക്തിയുള്ള ദൃശ്യപ്രകാശം ഭയങ്കരമായ റേഡിയേഷൻ പരത്തേണ്ടതല്ലേ? അതിനെക്കുറിച്ച് വിശദമായി മറ്റൊരു വ്ലോഗിൽ സംസാരിക്കാം. മൈക്രോവേവ് തരംഗങ്ങളെ നമുക്ക് പല ഗ്രൂപ്പുകളാക്കി മാറ്റാനാകും. ദൃശ്യപ്രകാശത്തിൻ്റെ അടുത്തേക്ക് പോകുന്തോറും
മൈക്രോവേവ് തരംഗത്തിൻ്റെ ഫ്രീക്വൻസി കൂടിക്കൂടി വരും. ഉപഗ്രഹങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി ബാൻഡുകൾ ലളിതമായ അക്ഷരങ്ങളിലൂടെയാണ് അടയാളപ്പെടുത്താറുള്ളത്. എസ് ബാൻഡ്, സി ബാൻഡ്, KU ബാൻഡ്, KA ബാൻഡ് തുടങ്ങിയ പേരുകളിലാണ് ഇവയെ വിളിക്കുന്നത്. ഇവയിൽ സി ബാൻഡും KU ബാൻഡുമാണ് നമ്മൾ വീടുകളിൽ ഉപഗ്രഹ ചാനലുകൾ എത്തിക്കുന്നത്. അതുകൊണ്ട് ഇവയെ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ 10 GHz താഴെയുള്ള ഫ്രീക്വൻസികളാണ് സി ബാൻഡിൽ ഉപയോഗിക്കുന്നത്. ഈ റേഞ്ചിലുള്ള ഫ്രീക്വൻസിയെ കനത്ത മഴ ബാധിക്കാറില്ല. അതിനാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പതിവായി ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഈ റേഞ്ചിലുള്ള ഫ്രീക്വൻസി അനുയോജ്യമാണ്. നമ്മൾ പണ്ട് കാലങ്ങളിൽ എല്ലായിടത്തും കാണാറുള്ള, എല്ലാ വീടുകളിലും കാണാറുള്ള വലിയ ഡിഷ് ആന്റിനകൾ പ്രവർത്തിച്ചത് ഈ സി ബാൻഡ് ഫ്രീക്വൻസി ഉപയോഗിച്ചായിരുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ 10 GHz മുതൽ 18 GHz വരെയുള്ള മൈക്രോവേവ് ഫ്രീക്വൻസി ആണ് KU ബാൻഡ് എന്നറിയപ്പെടുന്നത്. KU ബാൻഡിൽ പ്രവർത്തിക്കുന്ന ഉപഗ്രഹങ്ങളാണ് DTH സേവനത്തിനായി സാധാരണ പ്രയോജനപ്പെടുത്താറുള്ളത്. ഈ സ്പെക്ട്രത്തിലെ ഫ്രീക്വൻസി കുറഞ്ഞ തരംഗങ്ങളാണ് സി ബാൻഡിൽ ഉപയോഗിക്കുന്നത്. ഫ്രീക്വൻസി കുറഞ്ഞ തരംഗങ്ങൾക്ക് അതുപോലെ തന്നെ ഊർജ്ജവും കുറവായിരിക്കും. ഫ്രീക്വൻസി കുറയുമ്പോൾ തരംഗദൈർഘ്യം കൂടുതലായിരിക്കും. അതായത് ഫ്രീക്വൻസി കുറഞ്ഞ തരംഗത്തിൻ്റെ വലുപ്പം കൂടുതലായിരിക്കും. അതുകൊണ്ട് ഒരു സി ബാൻഡ് സിഗ്നൽ സ്വീകരിക്കുവാനായി 5 മുതൽ 10 അടി വരെ വ്യാസമുള്ള വലിയ ഡിഷ് ആന്റിനകൾ വേണ്ടിവരും. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർത്തു വെക്കുക. സി ബാൻഡിൽ ഫ്രീക്വൻസി കുറവായതിനാൽ അതിലുണ്ടാകുന്ന ഓരോ തരംഗവും നീളം കൂടിയ വലിയ തരംഗമായിരിക്കും. സി ബാൻഡിനേക്കാളും ഫ്രീക്വൻസി കൂടിയ തരംഗങ്ങളാണ് KU ബാൻഡിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നത് കൊണ്ട് KU ബാൻഡ് തരംഗത്തിന് ഊർജ്ജവും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ശക്തിയേറിയ തരംഗങ്ങളാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. ഈ തരംഗങ്ങൾ പിടിച്ചെടുത്ത് ഫോക്കസ് ചെയ്യാൻ 18 ഇഞ്ച് മുതൽ 30 ഇഞ്ച് വരെ വലിപ്പമുള്ള വളരെ ചെറിയ ഡിഷ് ആന്റിനകൾ ഉപയോഗിച്ച് സാധിക്കും. ഈ തരംഗങ്ങൾക്ക് ഫ്രീക്വൻസി കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. ഫ്രീക്വൻസി കൂടുമ്പോൾ തരംഗത്തിൻ്റെ തരംഗ ദൈർഘ്യം കുറയും. ഇങ്ങനെ തരംഗ ദൈർഘ്യം കുറയുന്നത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് റെയിൻ ഫേഡ് എന്നറിയപ്പെടുന്നത്. അതായത് സി ബാൻഡ് തരംഗങ്ങൾ വലുതാണ്, KU ബാൻഡ് തരംഗങ്ങൾ ചെറുതാണ്. ഒരു മഴത്തുള്ളിയേക്കാൾ വളരെ വലിയ തരംഗമാണ് സി ബാൻഡ് തരംഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരം തടസ്സങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഭൂമിയിലെത്താൻ സി ബാൻഡ് തരംഗങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും. അതുകൊണ്ട് സി ബാൻഡിൽ പ്രവർത്തിക്കുന്ന ചാനലുകൾക്ക് മഴ കാരണമുള്ള തടസ്സങ്ങൾ സാധാരണയായിട്ട് ഉണ്ടാകാറില്ല. ഫ്രീക്വൻസി കൂടിയതിനാൽ തരംഗദൈർഘ്യം കുറവുള്ള KU ബാൻഡ് തരംഗങ്ങൾ സി ബാൻഡ് തരംഗങ്ങളേക്കാൾ വളരെ ചെറിയ തരംഗങ്ങളായിരിക്കും. ഒരു മഴത്തുള്ളിക്ക് വളരെ എളുപ്പത്തിൽ തടസ്സമുണ്ടാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ഇവയുള്ളത്. വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ മഴയോ മഞ്ഞോ ഉണ്ടാകുന്ന സമയത്ത് ഈ തടസ്സങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഭൂമിയിലേക്ക് എത്താൻ KU ബാൻഡ് സിഗ്നലുകൾ പ്രയാസപ്പെടും. ഇത് കാരണം നമ്മുടെ ചെറിയ ഡിഷ് ആന്റിനയിൽ പതിക്കുന്ന സിഗ്നലിൻ്റെ അളവ് കുറയും. അപ്പോഴാണ് നമ്മൾ കാണുന്ന ചാനൽ കട്ടാകാൻ തുടങ്ങുന്നത്. വളരെ വലിയ മഴയാണെങ്കിൽ ഡിഷ് ആന്റിനയിലേക്ക് സിഗ്നൽ എത്താത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ ചാനൽ പൂർണ്ണമായും കട്ടാകും. ഈ പ്രശ്നം പരിഹരിക്കാൻ ഉപഗ്രഹത്തിൽ തന്നെ നിരവധി സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ തവണ മഴയുണ്ടാകുന്ന പ്രദേശങ്ങളിൽ KU ബാൻഡിലൂടെയുള്ള ഉപഗ്രഹ വാർത്താവിനിമയം വിജയകരമല്ല. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണും എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി മഴയത്ത് ചാനൽ കിട്ടാതായാൽ DTH കമ്പനികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ടെക്നോളജിയുടെ ഒരു പോരായ്മയാണിത്. ഡിഷ് ആന്റിന മാക്സിമം സിഗ്നൽ ലഭിക്കുന്ന രീതിയിൽ ഫിറ്റ് ചെയ്താൽ, ആന്റിനയുടെ വലുപ്പം മാക്സിമം കൂട്ടിയാലൊക്കെ ഈ പ്രശ്നം കുറച്ചൊക്കെ പരിഹരിക്കാൻ സാധിക്കും. ഡിഷ് ആന്റിന ഉപഗ്രഹത്തിലേക്ക് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഒരു സാറ്റലൈറ്റ് ചാനൽ എങ്ങനെയാണ് ട്രാക്ക് ചെയ്തെടുക്കേണ്ടത്, മാക്സിമം സിഗ്നൽ കിട്ടാനായി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ നിരവധി വിഷയങ്ങൾ മറ്റൊരു വ്ലോഗിലൂടെ വിശദമായി പറയാം. എല്ലാവർക്കും നന്ദി.